ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ അതിഥി ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയൊരു കുഞ്ഞു ഓട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു മാരുതി ഓൾട്ടോയും കൂടെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നൊന്നുമില്ല, കാരണം ഞങ്ങളുടെ കെട്ടിയതിന് ചെറിയൊരു കച്ചവടപ്രാന്തുള്ള ആളാണ് കേട്ടോ. പുള്ളി കൊടുക്കുന്ന കാശ് പുള്ളിക്ക് അത് വസൂലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തെങ്കിലും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അത് കൊടുക്കും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാട്ടോ ഒരു തവണ ഞങ്ങളുടെ വീട്ടിൽ ഒരു മാരുതി ഓൾട്ടോ മേടിച്ച് വന്നിട്ട് കേട്ടോ. ഒരു വൈൻ റെഡ് കളർ കേട്ടോ, ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നൊരു സാധനം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ നോക്കും കേട്ടോ. ഞാനതിനെ ഭയങ്കരമായിട്ട് താലോലിച്ച് പുന്നാരിച്ച് കുളിപ്പിച്ച് എന്താ പറയുക, ഒരു കുറേ ബെഡ്ഷീറ്റും കുറേ തുണികളെല്ലാം കൂടി ഞാൻ കൂട്ടി തയ്ച്ച് അതിനൊരു കവറൊക്കെ പണിത് അതിനൊരു തുള്ളി പൊടി പോലും അടിക്കാതെ അകത്തൊരു തുള്ളി ചെളിയുടെ കഷ്ണമോ നമ്മൾ കയറി ചവിട്ടുന്നതിൻ്റെ പൊടിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അടിക്കാതെ ഞാനത് പൊന്നുപോലെ കൊണ്ടുനടന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു കാറൊക്കെ മേടിച്ചപ്പോൾ അയ്യോ ഭയങ്കര രസം കേട്ടോ. യാത്ര ചെയ്യാൻ രസം, ഭയങ്കരമായിട്ട് നമ്മളങ്ങ് എൻജോയ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര കുളിപ്പീരും ഭയങ്കര പരിപാടിയാട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിതിന് നല്ലപോലെ ഞാൻ പറഞ്ഞില്ലേ ആ ബെഡ്ഷീറ്റൊക്കെ വെച്ച് തയ്ച്ച് വെച്ചേക്കുന്ന ആ കവറിട്ടൊക്കെ ഞാൻ മൂടും കേട്ടോ. ഒരു തുള്ളി പൊടി അതിനകത്ത് കയറരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആശിച്ച് മോഹിച്ച് ഞാനിങ്ങനെ കൊണ്ടുനടന്ന സമയത്ത് എൻ്റെ പൊന്നു ഗൈസ്, എൻ്റെ കെട്ടിയോൻ ആ കച്ചവടപ്രാന്തൻ എന്ത് കാണിച്ചെന്നറിയാമോ, ആ വണ്ടി കൊണ്ടുപോയി വിറ്റു. ആ വണ്ടിക്ക് മേടിച്ചതിനേക്കാളും എന്തോ ഒരു ചെറിയൊരു ലാഭം പുള്ളിക്ക് കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളി കൊണ്ട് വിറ്റു കേട്ടോ. അത് കൊണ്ടാനായിട്ട് ആൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് ആ വണ്ടി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കാരണം ഞാൻ അതുപോലെ നല്ല സൂപ്പറായിട്ട് നല്ലപോലെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നല്ലപോലെ മിനുക്കി നല്ല ഗ്ലേസിങ് ആയിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. വണ്ടി വന്ന വഴി അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ ആ വണ്ടി എടുത്തുകൊണ്ട് പോയി കേട്ടോ. അതിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരുന്ന വണ്ടീനെ ഞാൻ ഒരുപാട് സ്നേഹിക്കാൻ പോകാറില്ല. കാരണം ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയുമോ, അതിനേക്കാളും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി കച്ചവടമാക്കി കളയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ കാര്യമൊന്നും ആക്കിയില്ല. എന്നാലും വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്താണേലും ഞങ്ങളുടെ വീട്ടിലേക്ക്, എൻ്റെ ഇവിടുന്ന് ഏകദേശം ഒരു 3-4 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ഇടുക്കിയിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എങ്ങനെ പോയാലും ഞങ്ങൾക്കൊക്കെ ഇഷ്ടം നമ്മുടെ ഈ വണ്ടിയെ പോകുന്ന ഓട്ടോറിക്ഷയിൽ പോകുന്ന ആട്ടോ ഇഷ്ടം. എന്നാലും ഓട്ടോറിക്ഷ ആകുമ്പോൾ കൂടുതൽ നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. പിള്ളേർക്കാണെങ്കിലും ഭയങ്കര രസമായിട്ട് നമുക്കെല്ലാം എൻജോയ് ചെയ്ത് നമ്മൾ സാധാരണ നമ്മൾ നടക്കുന്ന പോലെ തന്നെയാട്ടോ ഓട്ടോറിക്ഷയിൽ പോകുന്നത്. വലിയ സ്പീഡിലൊന്നും അല്ല ഓട്ടോറിക്ഷ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് രാവിലെ 9 മണിയാകുമ്പോൾ കയറി കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ ചെല്ലുകയുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ നടന്നു പോകുന്ന പോലത്തെ ഫീലിംഗ് കേട്ടോ. പയ്യെ പോവുള്ളൂ കേട്ടോ, പെട്ടെന്ന് ചെയ്യത്തൊന്നുമില്ല. അതുതന്നെ ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങൾ പകുതി സ്ഥലങ്ങളൊക്കെ കണ്ട് പെറുക്കി അവിടെയൊക്കെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് വല്ലതൊക്കെ കഴിക്കാനൊക്കെ മേടിച്ച് കഴിച്ച് പോകുന്ന വഴിക്കൂടെ എല്ലാ കടകളിക്കടെയൊക്കെ നോക്കി അവിടെ ഈ ചായക്കടയിൽ എന്തെങ്കിലും നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇറങ്ങി മേടിച്ച് തിന്ന് പെറുക്കിയേ ഞങ്ങൾ പോവുള്ളൂ കേട്ടോ. കാറിന് പോയി ഇതൊന്നും നടക്കുകയില്ല കേട്ടോ ചേട്ടായി. കാരണം കാറിന് പോയി കഴിഞ്ഞാൽ ചേട്ടായി വണ്ടിക്കകത്തിരുന്നൊന്നും കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് കാറിനോട് പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്കൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വണ്ടി ചൊരുക്കും, കാറൊക്കെ അടച്ച് AC ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ചൊരുക്കും. അപ്പോൾ നമ്മൾ കയറിയാലും ഗ്ലാസ്സൊക്കെ ഫുള്ള് താത്തി ഭയങ്കരമായിട്ട് തുറന്ന് പെറുക്കി പാട്ടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പോകാനാട്ടോ ഞാനും ഇഷ്ടപ്പെടുന്നത്. അപ്പം വീട്ടിലൊക്കെ പോകുമ്പോൾ മഴയൊക്കെ ആണെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ. എന്നാലും ഞങ്ങൾ നമ്മുടെ സ്വന്തം ആപ്പയും കൊണ്ട് കുടയെല്ലാം നൂർത്തി വെച്ചുകൊണ്ട് ഞങ്ങൾ പോകുമായിരുന്നു കേട്ടോ. അതും ഒരു കാലം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആപ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടായി കച്ചവടത്തിന് കൊണ്ടുപോകുന്ന ആപ്പ കേട്ടോ. കച്ചവടം എന്ന് പറഞ്ഞാൽ ചേട്ടായി ആക്രി കച്ചവടത്തിനും പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പ ഇങ്ങനെ പപ്പ ഭയങ്കര ലോട്ടറി പ്രാന്തനാണ് കേട്ടോ. ലോട്ടറി എന്ന് പറഞ്ഞാൽ പപ്പായുടെ ജീവനാണ്. പപ്പ വണ്ടിയുടെ നമ്പർ നോക്കുക. എന്തിനാണെന്നറിയോ, നാളെ അതിൻ്റെ ലോട്ടറി എടുക്കാൻ വേണ്ടിയാട്ടോ പപ്പ നോക്കുന്നത്. അപ്പോൾ ചേട്ടായി പറഞ്ഞു എന്താണേലും നമുക്ക് ചുമ്മാ സിറ്റി വരെ കറങ്ങിയിട്ട് വരാടി എന്ന് പറഞ്ഞു കേട്ടോ. എങ്ങനെയാണെങ്കിലും ഞങ്ങൾ മുഷിഞ്ഞ വേഷത്തിലാട്ടോ കയറിയിരിക്കുന്നത്. വീട്ടിൽ ഇരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ കയറിയിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലം വെച്ചിട്ട് വരാമെന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി കയറിയത് കേട്ടോ. ഈ മനുഷ്യൻ ഞങ്ങളെ മൂന്നിലവിക്കടയും കൂട്ടക്കല്ലിക്കടയും അങ്ങനെ കുറേ സ്ഥലങ്ങളിക്കടെയൊക്കെ കൊണ്ടുപോയി കേട്ടോ. എന്നാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ മുഷിഞ്ഞ വേഷത്തിൽ തന്നെ കയറിയിരുന്നു കേട്ടോ. അപ്പം പൊന്നാച്ചി ഫസ്റ്റ് ഫ്രണ്ടിൽ കയറി സീറ്റങ്ങ് പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ചി എൻ്റെ കൂടത്തിൽ പുറകെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആട്ടെ എന്ന് ഓർത്ത് ചേട്ടായി വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വണ്ടിയിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചേട്ടായി പറഞ്ഞു നമുക്കൊന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാടി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റി കടയൊക്കെ പോകുമ്പോൾ ഈ മനുഷ്യൻ ഞങ്ങൾക്ക് വല്ല മുട്ടായി ഒക്കെ മേടിച്ച് തരുമല്ലോ, എന്തെങ്കിലും ആട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ഈ മനുഷ്യൻ്റെ കൊടുത്ത് ചാടി കയറി കേട്ടോ. ഉള്ള മുഷിഞ്ഞ വേഷത്തിലാണെങ്കിലും നമ്മളിങ്ങനെ വഴിക്കട നല്ല കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ പോവാം കേട്ടോ. ഭയങ്കര ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഗൈസ്. ഒരു വെയിലുമില്ല ഒന്നുമില്ല, മൂടി പുതച്ച് ഭയങ്കരമായിട്ട് തണുപ്പൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്തെങ്കിലുമൊക്കെ ചൂടായിട്ട് ഹോട്ടായിട്ടൊക്കെ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് വണ്ടിയിൽ കയറി പോകുന്നത്. പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കേട്ടോ. ആ മനുഷ്യന് ഈ പീനട്ടിൻ്റെ 50 പൈസയുടെ ഒരു ദിവസം മുട്ടായി ഇല്ലേ, ആ മുട്ടായി ഇത് ഞങ്ങൾ പറഞ്ഞ് കാല് പിടിച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾക്കത് മേടിച്ച് തന്നത്. പിന്നെ നമ്മൾ വഴിയിൽ കണ്ട അച്ചാച്ചി കേട്ടോ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അച്ചാച്ചി ആട്ടോ അത്. നമ്മൾ അച്ചാച്ചീനെയൊക്കെ കണ്ട് പെറുക്കി നമ്മൾ പയ്യെ
എന്താ പറയുക ഡ്രൈവിങ്ങൊക്കെ ആസ്വദിച്ച് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ കുറച്ച് ഏറെ ദൂരമൊക്കെ അങ്ങ് പോയി കേട്ടോ. കാരണം നമുക്കൊരു സന്തോഷമല്ല ഇങ്ങനെയൊക്കെ ഒരുമിച്ച് പോവുക എന്നുള്ളതും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെയെങ്കിലൊക്കെ ഒരുമിച്ച് പോകുന്നതും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതും. പിള്ളേരെയും കൊണ്ടൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെങ്കിലും ഭയങ്കര രസമാണല്ലോ ആ ഒരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കിട്ടണം കേട്ടോ. കഴിക്കാനാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. എൻജോയ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടുമായിരിക്കും എന്നോർത്താട്ടോ. അങ്ങനെ നമ്മൾ ഇതിലെല്ലാം വട്ടം കറങ്ങി ചുറ്റി പെറുക്കി നമ്മൾ ലാസ്റ്റ് ഇതിലേ തന്നെ വന്ന് കയറി അങ്ങ് പോകും കേട്ടോ. അങ്ങനെ നമ്മൾ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുഞ്ചിയൊക്കെ മുഷിഞ്ഞായിരിക്കുന്നു വീട്ടിലിരുന്ന് കൊള്ളിയില്ലാത്ത വേഷത്തിൽ ഞങ്ങളിങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ടാറ്റാ.